ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പലതരം കാർഡുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് ആൻഡ് ഫോറക്സ് കാർഡ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നും. വെൽക്കം ടു അവർ ചാനൽ ഫിൻ ഇൻഫോടെക് ആൻഡ് ഹിയർ ഈസ് അവർ അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്നും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വെൽ നോൺ ആസ് എ പ്ലാസ്റ്റിക് മണി വിച്ച് ഗീവ്സ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ആസ് ഇൻട്രസ്റ്റ് ഫ്രീ. എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഒരു വ്യക്തിക്ക് നിശ്ചിത സമയത്തേക്ക് പലിശരഹിതമായി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു തുകയുടെ കാർഡ് രൂപമാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തുക ആരും നമുക്ക് ഫ്രീ ആയി തരുന്നതല്ല. ഉപയോഗിച്ചു കഴിഞ്ഞ് കൃത്യസമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും നാം ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും സമയത്ത് തന്നെ ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നും ഉറപ്പുവരുത്തണം. ക്രെഡിറ്റ് കാർഡ് നാം വളരെ സേഫായിട്ട് പേഴ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്. POS ടെർമിനലിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പിൻ എൻ്റർ ചെയ്യണം. ഇപ്പോൾ വൈഫൈ എനേബിൾഡ് ക്രെഡിറ്റ് കാർഡ്സ് ആയതിനാൽ 5000 രൂപ വരെ പേയ്മെൻറ്റ് നടത്താൻ ടെർമിനൽ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ മെഷീന് മുകളിൽ ചുമ്മാ കാർഡെന്ന് കാണിച്ചാൽ മതി. പേഴ്സ് കാണിച്ചും പേയ്മെൻറ്റ് നടത്താം. പക്ഷേ ഒന്നിൽ കൂടുതൽ വൈഫൈ എനേബിൾഡ് കാർഡ്സ് വാലറ്റിൽ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് നടക്കുകയില്ല. ഓൺലൈൻ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് OTP ലഭിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റുകൾ പലതും OTP ഇല്ലാതെ കാർഡ് ഡീറ്റെയിൽസും CVV നമ്പറും മാത്രം വെച്ചാണ് നടക്കുന്നത്. അതിനാൽ കാർഡ് ഫ്രോഡ് തടയാൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഡിസേബിൾ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ആവശ്യത്തിന് മാത്രം അത് ബാങ്ക് ഓൺലൈനിൽ എനേബിൾ ചെയ്യണം. CVV നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മുടെ കാർഡിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് CVV നമ്പർ. ഒരു പേയ്മെൻറ്റ് POS ടെർമിനൽ ചെയ്യുമ്പോൾ നമുക്ക് 2 സ്ലിപ്പ് കിട്ടും. ഒന്ന് മെർച്ചൻ്റ് കോപ്പി, അടുത്തത് കസ്റ്റമർ കോപ്പി. നാം കേൾക്കാറുണ്ട് ക്രെഡിറ്റ് കാർഡിന് 51 ദിവസം വരെ ഫ്രീ ക്രെഡിറ്റ് പീരീഡ് എന്ന്. അതിനു മുമ്പ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളെക്കുറിച്ചാണ്. ട്രാൻസാക്ഷൻ ഡേറ്റ്, പേയ്മെൻറ്റ് പോസ്റ്റിംഗ് ഡേറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്, പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്നിവയാണിവ. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന തീയതിയാണ് ട്രാൻസാക്ഷൻ ഡേറ്റ്. അത് ബാങ്കിലേക്ക് പോസ്റ്റ് ആകുന്ന തീയതിയാണ് പേയ്മെൻറ്റ് പോസ്റ്റിംഗ് ഡേറ്റ്. അത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് യൂഷ്വലി സെയിം ഡേ തന്നെയോ, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ് അഥവാ POS ടെർമിനൽ വഴി ആണെങ്കിൽ നെക്സ്റ്റ് ഡേയോ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുന്ന ഡേറ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. പേയ്മെൻറ്റ് ചെയ്യേണ്ട അവസാന തീയതിയാണ് പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന പീരീഡാണ് നമ്മുടെ ഫ്രീ ക്രെഡിറ്റ് ഡേയ്സ്. ഇത് എങ്ങനെയെന്ന് ഉദാഹരണത്തിലൂടെ പറയാം. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ഈ മാസം 17 ആണെന്ന് ചിന്തിക്കുക. പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് അടുത്ത മാസം 4 or 5 ആയിരിക്കും. നമുക്കിത് 4 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സാധനം 15-ാം തീയതി മേടിച്ചു. അത് 16-ാം തീയതി ബാങ്കിൽ പോസ്റ്റായി. 17-ാം തീയതി സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുമ്പോൾ ഈ പർച്ചേസ് അതിൽ ഉണ്ടാവുകയും നാം 4-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയും വേണം. അപ്പോൾ ഫ്രീ പീരീഡായിട്ട് നമുക്ക് ലഭിച്ചത് വെറും 18 or 19 ദിവസം മാത്രമാണ്. എന്നാൽ നമ്മൾ ആ പർച്ചേസ് നടത്തിയത് 18-ാം തീയതി ആയിരുന്നുവെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അടുത്ത മാസം 17-ാം തീയതിയും പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത മാസം 4-ാം തീയതിയുമാണ്. അപ്പോൾ നമുക്ക് 50 ദിവസത്തിനടുത്ത് ക്രെഡിറ്റ് പീരീഡ് ലഭിച്ചേനെ. സോ കൂടുതൽ ക്രെഡിറ്റ് പീരീഡ് ലഭിക്കാൻ നമുക്ക് ഈ രീതി അവലംബിക്കാം. അടുത്തതായിട്ടുള്ള ഭാഗമാണ് പലരും ബാങ്കിൻ്റെ ട്രാപ്പിൽ പെടുന്നത്. ടോട്ടൽ എമൗണ്ട് പേയബിൾ ആൻഡ് മിനിമം എമൗണ്ട് പേയബിൾ. ടോട്ടൽ ബിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വിധമാണ്: ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് മൈനസ് പേയ്മെൻറ്റ് സെറ്റിൽഡ് പ്ലസ് ന്യൂ പർച്ചേസസ് പ്ലസ് എനി ഫിനാൻഷ്യൽ ചാർജസ് മൈനസ് എനി ക്രെഡിറ്റ് ഓർ ക്യാഷ് ബാക്സ് അഡീഷണൽ. എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ടിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കുറയ്ക്കുകയും അതിനോട് പുതുതായിട്ട് നടത്തിയ പർച്ചേസുകളും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ചാർജസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുകയും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് ബാക്കോ ക്രെഡിറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്ന തുകയാണ് നമ്മുടെ ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്.
ഇതാണ് നാം ബാങ്കിലേക്ക് അടയ്ക്കേണ്ട തുക. സ്റ്റേറ്റ്മെൻറ്റിൽ ഇതെല്ലാം കൃത്യമായി കാണിച്ചിരിക്കും. മിനിമം എമൗണ്ട് പേയബിൾ എന്നത് സാധാരണയായി ടോട്ടൽ എമൗണ്ട് പേയബിളിൻ്റെ 5% അതേസമയം നമ്മുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ലോൺ EMI മാത്രമാണെങ്കിൽ ടോട്ടൽ എമൗണ്ടും മിനിമം എമൗണ്ടും ഒന്നായിരിക്കും. നമ്മൾ എപ്പോഴും ഈ ടോട്ടൽ എമൗണ്ട് സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിന് മാസം 3% വെച്ചിട്ട് 36% വാർഷിക പലിശയിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതായിരിക്കും. ലേറ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ അതിനും പിഴ തുക ഉണ്ടായിരിക്കുന്നതാണ്. മിനിമം എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയാൽ അത് നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കില്ല. ലേറ്റ് പേയ്മെൻറ്റ്, നോൺ പേയ്മെൻറ്റ് എല്ലാം നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. സിബിൽ സ്കോർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയായി പറഞ്ഞാൽ നമ്മൾ ലോൺ, ക്രെഡിറ്റ് കാർഡ് മുതലായവ തിരിച്ചടയ്ക്കുന്ന സ്വഭാവത്തിനനുസരിച്ച് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ 300 മുതൽ 900 വരെ തിരിച്ചിരിക്കുന്നതാണിത്. ഉയർന്ന സ്കോർ ഉള്ളവരുടെ ആപ്ലിക്കേഷൻസ് ബാങ്ക് പെട്ടെന്ന് അപ്രൂവ് ചെയ്യും. തിരിച്ചടവ് മുടങ്ങുന്നവരുടെ സ്കോർ താഴുകയും ചെയ്യും. ഇതേ സമയം ഇതുവരെ ലോണോ ക്രെഡിറ്റ് കാർഡോ ഇല്ലാത്തവർക്കും സിബിൽ സ്കോർ 0 ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ബാക്ക് ടു അവർ സബ്ജക്റ്റ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഫുൾ എമൗണ്ട് ഡ്യൂ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലാത്ത പക്ഷം വലിയ പിഴ പലിശ കൊടുക്കേണ്ടി വരും. ഉദാഹരണമായി ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്നത് 10,501 റുപ്പി ആണെന്ന് വിചാരിക്കുക. നമ്മൾ 10,500 റുപ്പി അടച്ചു. ₹1 നമ്മൾ കുറച്ചാണ് അടച്ചത്. എന്നാലും നമ്മൾ ഫുൾ പേയ്മെൻറ്റ് നടത്തിയില്ല, ഷോർട്ട് പേയ്മെൻറ്റ് നടത്തി എന്നതുള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ടോട്ടൽ എമൗണ്ടിനും പലിശ നമ്മളെ ചാർജ് ചെയ്യും. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 10 റുപ്പീസെങ്കിലും എക്സ്ട്രാ അടച്ചിട്ടേക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃത്യമായ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ATM ക്യാഷ് വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ATMൽ നിന്ന് ക്യാഷ് എടുക്കാൻ ശ്രമിക്കരുത്. അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ATM വിഡ്രോവൽ ഫീ ₹500 മുതൽ ബാങ്ക് ഈടാക്കും. കൂടാതെ എടുക്കുന്ന തുകയ്ക്ക് ആ തീയതി മുതൽ വർഷം 36% നിരക്കിൽ ബാങ്ക് പലിശ ഈടാക്കും. A policy I always suggest you have to use the bank and its benefits. Never allow bank to use you. എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ആ ക്രെഡിറ്റ് കാർഡിലോ മറ്റുമുള്ള ബെനിഫിറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യുകയും മറ്റു പിഴ പലിശകളോ ഒന്നും ഇല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾക്ക് സാധിക്കണം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ ട്രാൻസാക്ഷൻസും നോക്കി മനസ്സിലാക്കണം. കീപ്പ് എ സ്റ്റേബിൾ സെൽഫ് ഫൈനാൻഷ്യൽ കൺട്രോൾ. വരവ് അറിയാതെ ചെലവ് ചെയ്യുന്നവർ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഉള്ളതുകൊണ്ട് ചെലവ് നടത്താനും ജീവിക്കാനും പറ്റും. നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം, പക്ഷേ ക്യാഷ് കയ്യിലില്ല. മാസത്തവണയിൽ തിരിച്ചടയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ മാസാവസാനം തിരിച്ചടയ്ക്കാൻ കഴിയും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചത് മേടിക്കാൻ കഴിയും. ഇന്ന് പല ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകളും നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് EMI വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങുവാനുള്ള അവസരം തരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്കത് ഫലപ്രദമായി ഉപയോഗിക്കാം. പോളിസി ബസാർ ഇൻഷുറൻസ് പേയ്മെൻറ്റ് പോലും ക്രെഡിറ്റ് കാർഡ് മുഖേന നടത്തി അത് ഫ്രീ EMI ആക്കി തരുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ അത്യാവശ്യം നാം ഒരു പേയ്മെൻറ്റ് ചെയ്തു എന്നിരിക്കുക, നമുക്ക് അത് ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പറ്റുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബാങ്കിൽ വിളിച്ച് അതിനെ 3 മുതൽ 24 മാസം വരെയുള്ള EMI ആക്കാം. വാർഷിക പലിശ 12 മുതൽ 18% വരെ ആയാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയേക്കും. ആവശ്യമെങ്കിൽ ചെറിയ പിഴ കൊടുത്താൽ പിന്നീട് നമുക്കത് ഒരുമിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അതേസമയം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഡ്യൂ വന്ന് അധികമായി എമൗണ്ട് പെൻഡിങ് ആയി ഇരിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. അവർക്ക് വേറൊരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഈ ബാങ്കിലുള്ള ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഈ മറ്റൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്കത് ഈസി EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമായുള്ള വഴിയാണ് ഈസി EMI എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയും അല്ലെങ്കിൽ ഈസി EMI കൺവേർഷനിലും വരുന്നത്. പല ബാങ്കുകളും പല കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ കാർഡ് മുതൽ വാർഷിക ഫീ 500, 1000, 10,000 കാർഡുകളുണ്ട്.
നമുക്ക് ആവശ്യമുള്ള കാർഡ് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ആമസോൺ ഷോപ്പിംഗ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ICICI ആമസോൺ കാർഡ് വളരെ നല്ലതാണ്. ഫ്ലിപ്കാർട്ട് ഷോപ്പിംഗ് കൂടുതലുള്ള ആളാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഫ്ലിപ്കാർട്ട് കാർഡുണ്ട്, അതും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാർഡാണ്. SBI സിംപ്ലി ക്ലിക്ക് എന്നൊരു ക്രെഡിറ്റ് കാർഡുണ്ട്, അതും വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങൾ അധികം കാർഡ് ഉപയോഗമില്ലാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും ഫ്രീ ഫോർ ലൈഫ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും നല്ലത്. നമ്മളുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്കൊരു കാർഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററി കാർഡ് ബാങ്കിൽ നിന്ന് ലഭിക്കും. അത് ഓരോ കാർഡിൻ്റെയും കാറ്റഗറി അനുസരിച്ചിട്ട് നമുക്ക് സപ്ലിമെൻ്ററി കാർഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകും. 1 or 2 കാർഡുകൾ സാധാരണ ലഭിക്കാറുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് മെയിൻ കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റായിട്ട് ഷെയർഡ് ആയിരിക്കും. സാധാരണയായി സപ്ലിമെൻ്റ് കാർഡിന് ബാങ്ക് ചാർജസ് ഈടാക്കാറില്ല. നമുക്ക് മാക്സിമം യൂസേജ് ക്യാപ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഫൈനാൻഷ്യലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എപ്പോഴും വളരെ നല്ലതായിരിക്കും. എപ്പോഴും കയ്യിൽ ഫണ്ട് കരുതാതെയും മാസാവസാനങ്ങളിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാനും നല്ല നല്ല ഓഫറുകൾ തിരഞ്ഞെടുക്കാനും എല്ലാം ഇത് നിങ്ങളെ സഹായിക്കും. കാർഡ് തരുന്നത് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് അഫിലിയേറ്റഡ് നെറ്റ്വർക്ക് മുഖേനയായിരിക്കും. ഇന്ത്യയിൽ വിസ, മാസ്റ്റർ, റുപേ എന്നിവയാണ് പ്രധാനമായ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ്. ഇതിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നെറ്റ്വർക്കാണ് റൂപേ. ഡിസ്കവർ, അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയാണ് മറ്റ് ചില നെറ്റ്വർക്കുകൾ. ജപ്പാൻ നെറ്റ്വർക്കായ JCB കാർഡ്, ഡിസ്കവർ, അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഗ്ലോബലി വർക്ക് ചെയ്യുന്നു. യൂണിയൻ പേ എന്നത് ചൈനയുടെ കാർഡ് നെറ്റ്വർക്കാണ്. ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണൽ എന്ന ഗ്ലോബൽ ബ്രാൻഡ് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു സംശയമായിരിക്കും, ഇവർ എങ്ങനെയാണ് ലാഭം എടുക്കുന്നത് എന്ന്. പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന മർച്ചൻ്റ് ഒരു നിശ്ചിത ശതമാനം തുക കാർഡ് ഫീ ആയിട്ട്, കാർഡ് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണയായി ഇത് 2 മുതൽ 2.5% വരെയാണ്. ഹൈ വോളിയം ട്രാൻസാക്ഷൻസ് ഉള്ള ബിസിനസ്സിൽ നെറ്റ്വർക്ക് പ്രൊവൈഡറുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഈ റേറ്റ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ്. ഡൈനേഴ്സ് ക്ലബിനും അമേരിക്കൻ എക്സ്പ്രസിനും ട്രാൻസാക്ഷൻ ഫീ ശകലം കൂടുതലാണ്. ഈ ട്രാൻസാക്ഷൻ ഫീ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക്, അഫിലിയേറ്റഡ് നെറ്റ്വർക്ക് പ്രൊവൈഡർ, പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ടെർമിനൽ എന്നിവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നു. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഫിഗർ വളരെ വലുതാണ്. $1 ബില്യൺ ഇൻഡസ്ട്രി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2007 മുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഇൻ്റർനാഷണലി വളരെ ഭംഗിയായി യൂസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലും ക്യാഷ് ബാക്ക്, പോയിന്റ് റിഡംഷൻ എന്നിവ വഴി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ എന്ന നിലയിലുമാണ്. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള സംശയങ്ങളെയും ദൂരീകരിക്കുന്നതിന് ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ശ്രമിക്കാം. സെൽഫ് അക്കൗണ്ടിങ് ആൻഡ് പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന ഒരു സബ്ജക്റ്റ് എത്രയും പെട്ടെന്നൊരു വീഡിയോ ആക്കിയിടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. നന്ദി.